मेरे प्यारे बच्चों साइलम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പാഠഭാഗമാണ് നമ്മുടെ യൂണിറ്റ് ആണ് ഇക്കായി 5 യൂണിറ്റ് 5 എന്ന് പറയുന്നത് യെസ് യൂണിറ്റ് 5 നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന് ശേഷം നമുക്ക് വരുന്ന ഏക യൂണിറ്റ് ആണ് നസാരെ എന്ന് പറയുന്ന പാഠഭാഗം ഇത് രണ്ട് പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട് പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്നുള്ള ഒരു ഡയറി നമുക്ക് പഠിക്കാനുണ്ട് അത് ജസിന്ത കെർഗേട്ട എന്ന് പറയുന്ന ആളുടേതാണ് അതേപോലെ ഹാത്തിയോം കി രഹ് ഗുസർ എന്ന് പറയുന്ന ഒരു ഘടനാവർണ്ണൻ അല്ലെ അത് ആരുടേതാണ് യാദവേന്ദ്രയുടേതാണ് അല്ലെ ഇതിൽ ഹാത്തിയോം കി രഹ് ഗുസർ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ നസാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ ശ്രദ്ധിച്ചോ കാഴ്ചകൾ എന്നാണ് നസാരെ എന്ന് പറഞ്ഞാൽ അല്ലെ കാഴ്ചകൾ അല്ലെ വ്യത്യസ്ത ഒരു കാഴ്ച നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠഭാഗം തന്നെയാണ് നസാരെ എന്നുള്ള പാഠഭാഗത്തിലെ എന്ന യൂണിറ്റിലെ ഹാത്തിയോം കി രഹ് ഗുസർ എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ ഹാത്തിയോം കി രഹ് ഗുസർ നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ എന്റെ മക്കൾക്ക് മനസ്സിലാകും അല്ലെ എന്താണ് കാണുന്നത് നമ്മൾ ആ ചിത്രത്തിലൂടെ ഒരു ആനയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ മനോഹരമായിട്ടുള്ള ആനയെ നമ്മൾ കാണുന്നത് ആനയൊക്കെ നിങ്ങൾക്ക് കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം അല്ലെ മനോഹരമായിട്ടുള്ള ഒരു ആനയെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ ഈ പാഠഭാഗം എഴുതിയത് യാദവേന്ദ്ര എന്ന് പറയുന്ന ഒരാളാണ് അല്ലെ അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് അദ്ദേഹം തന്നെ വർണ്ണിക്കുന്നതാണ് ഈ പാഠഭാഗം ഹാത്തിയോം കി രഹ് ഗുസർ അല്ലെ ആനകൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഇത്തരത്തിൽ പറയാം എന്താണ് ആനകൾ എന്താണ് ജീവിക്കുന്നു രഹ് ഗുസർ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നു അല്ലെ അതേപോലെ പിന്നെ അല്ലെങ്കിൽ ആനകൾ പോകുന്ന വഴി അല്ലെ ഇത്തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇത് പറയാൻ വേണ്ടി സാധിക്കും അമ്മയുടെ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്നിവയെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിലൂടെ ഈ ഘടനാവർണ്ണനിലൂടെ നമ്മളോട് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നോക്കിക്കോ ചിത്രദേക്കെ നമൂനയ്ക്ക് അനുസാർ സൂചനാപഠ് തയ്യാർ കരെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ചിത്രദേക്കെ എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കൂ നമ്മൾ പറയാ ചിത്രം നോക്കാൻ അപ്പൊ നമ്മൾ നോക്കി നമൂനയ്ക്ക് അനുസാർ ഉദാഹരണത്തിന് അനുസരിച്ച് സൂചനാപഠ് അല്ലെ പ്ലക്കാർഡ് എന്ത് ചെയ്യാ തയ്യാറാക്കൂ പ്ലക്കാർഡ് എന്ത് ചെയ്യാം തയ്യാറാക്കാം എന്നാ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചിത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ എന്താണ് ആന ഇങ്ങനെ നടന്നു പോകുന്നത് വലിയ ആനയും ചെറിയ ആനയും കൂടി ഉണ്ട് അപ്പൊ ഇതിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സാവധാൻ അല്ലെ സ്ലോ എന്നുള്ള മീനിങ് ആണ് ഇങ്ങോട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എന്ത് ഹാത്തിയോം കെ സഡക്ക് പാർ കർണേ കി ജഗഹ് ഹേ അല്ലെ എന്താണ് ആനകൾ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലമാണ് ആനകൾ എന്താണ് റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലമാണ് അല്ലെ അതുകൊണ്ട് എന്ത് ചെയ്യണം ജാഗ്രത പാലിക്കണം അല്ലെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം ജാഗ്രത പാലിക്കുക അപ്പൊ അതിന് സാവധാനം അല്ലെ സ്ലോ ആയിട്ട് വാഹനങ്ങൾ പോവുക എന്നുള്ള ഒരു സൂചനാപടാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ഇതേപോലുള്ള സൂചനാപടം നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പൊ തീ കത്തുന്നത് കൊടുത്തിട്ടുണ്ട് അതിന് ഇങ്ങനെ ക്രോസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ അരുത് എന്നുള്ളതാണ് പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതെന്താണ് തീന് നമ്മൾ ആഗ് എന്ന് പറയും അപ്പൊ നമുക്ക് എഴുതാം ആഗ് മത് ജലാവോ അല്ലേ എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീ കത്തിക്കരുതേ അല്ലേ പെട്രോൾ പമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ ഇത്തരത്തിലുള്ള ബോർഡുകൾ സൂചനാ ബോർഡ് നമുക്ക് കാണാം അടുത്തതായി നമുക്ക് കാണുന്നത് ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അല്ലെ ഇത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം പ്ലാസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ എന്ത് ആവാം നമ്മുടെ ജങ്ക് ഫുഡ് അല്ലെ നമ്മുടെ ഡ്രിങ്ക് വാട്ടർ പുറത്ത് നിന്ന് 7up കൊക്കക്കോള പോലുള്ളതുമായി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഒരു സൂചനാപ്പാട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാം അല്ലെ ജങ്ക് ഫുഡ് അല്ലെ ജങ്ക് ഫുഡ് ന ഖായേ അല്ലെ അതായത് ജങ്ക് ഫുഡ് കഴിക്കരുതേ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ അതായത് എന്താണ്
സെവനപ്പ്, കൊക്കക്കോള ഇത്തരത്തിലെ ഡ്രിങ്കിങ് പാനീയങ്ങളൊക്കെ ശരീരത്തിന് ഹാനികരമാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അതല്ല, പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് മുക്തമാണില്ല, പ്ലാസ്റ്റിക് ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല, ഇത്തരത്തിലും നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം അല്ലേ. ഇത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ എൻ്റെ മക്കൾ കൃത്യമായിട്ട് വേസ്റ്റ് ബോക്സിലാണ് ഇടുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, സാറിന് അറിയാം എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം, അടുത്ത മൃഗത്തിന് എന്തോ കൊടുക്കുന്നത് പോലെ നമുക്ക് കൊടുക്കാം അല്ലേ. മാഞ്ഞൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എഴുതാം. എന്താണത്, ജാൻവറോം അല്ലെ, ജാൻവറോം കോ കുച്ച് കുച്ച് ന ഖിലായേ. എന്താ അങ്ങനെ പറഞ്ഞാൽ, മൃഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല അവിടുന്ന്, യെസ്, മൃഗങ്ങൾക്ക് ഒന്നും കഴിക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കരുത് അല്ലേ. അതാണ് ആ കൊടുക്കുന്നതിന്റെ താഴെ ഇങ്ങനെ ക്രോസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാഷ് പറഞ്ഞു ക്രോസ് എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ളതാണ് മീനിങ്. പിന്നെ നേരെ പോയിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആരോ മാർക്ക്, നേരെ, പക്ഷെ അത് ക്രോസ് ആണ്, പാടില്ല എന്നാണ്. അപ്പം മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് നമുക്ക് കൊടുക്കണം. സീതേ ആകെ നഹി അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, നേരെ മുൻപോട്ട് അല്ലേ, നേരെ മുൻപോട്ട് എന്തില്ല, ഇല്ല, അഥവാ പോകാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ, പോകാൻ പാടില്ല അല്ലേ. ഒരു പക്ഷേ റോഡ് അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിലുള്ള സൂചനാപട് നമുക്ക് തരാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. അത് ഇത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്നുള്ളത് തന്നെ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒരു സൂചനാപട് ഈ വരുന്ന പരീക്ഷയിലൊക്കെ നമുക്ക്, പബ്ലിക് പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ സിമ്പലൊക്കെ എൻ്റെ മക്കൾ മനസ്സിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. ഒരു സൂചനാപട് ഈ വരുന്ന പരീക്ഷയിൽ എന്തായാലും കൃത്യമായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എഴുതൂലേ, കൃത്യമായിട്ട് എഴുതൂലേ. നമ്മുടെ ഹാത്തിയോം കിരഹ് ഗുസർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. എല്ലാ മക്കളും കൃത്യതയോട് കൂടി ഇത് മനസ്സിലാക്കി വെക്കുക. എന്ത് ചെയ്യുക, പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ളതാണ് മാഷിന് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പൊ ഇത്തരത്തിൽ ഏത് ചോദ്യം വന്നാലും നമ്മുടെ പരീക്ഷയിൽ എഴുതൂലേ. റെഡി? ഓക്കെ അല്ലേ മക്കളെ. അപ്പൊ നിങ്ങളുടെ സ്വന്തം മനസ്സാറാണ്. അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. അഗ്ലാ വീഡിയോ മേ ഹം ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.